ഇപ്പൊ ഉറക്കം എങ്ങനെയുണ്ട്? കുറവാ. ഉറക്കത്തില് ഇടയ്ക്കിടെ സ്വപ്നം കാണാറുണ്ടോ? ആ, ദുസ്വപ്നങ്ങളാ എല്ലാം. ഇടയ്ക്കിടെ ശ്വാസം നിലച്ചു പോകുന്ന പോലെ തോന്നാറുണ്ടോ? ആ, തോന്നാറുണ്ട്. ചിലപ്പോഴേ ഈ ഇല്ലാത്ത ആൾക്കാരൊക്കെ അടുത്ത് വന്നിരിക്കുന്നതായിട്ട് തോന്നും. അവരൊക്കെ എന്നോട് ഒരുപാട് സംസാരിക്കും. പക്ഷേ അവരാരും എവിടെയും എന്റെ അച്ഛമ്മളെ കണ്ടില്ല എന്ന്. അർച്ചന എന്റെ ഭാര്യ സാറേ, അമ്മയുടെ മൂത്ത മകളാ. മുമ്പ് ഇതുപോലെ വന്നിട്ടുണ്ടോ? ഇല്ല. മരിച്ചുപോയ അർച്ചനേട്ടത്തി തിരിച്ചു വരുമെന്നൊക്കെയാ അമ്മ ഇപ്പൊ പറയുന്നേ. എന്റെ മോള് വരും വരും, എനിക്ക് ഉറപ്പാ സാറേ. യഥാർത്ഥത്തിൽ ഈ അർച്ചന ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? ഇപ്പൊ ഈ ഷോക്ക് വരാൻ അതാണോ കാരണം? അപ്പോൾ മകൾ നഷ്ടപ്പെട്ട മനോവിഷമമാണ് ഈ ഷോക്കിന് കാരണം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് ഇരിക്കാമോ? അമ്മ വാ, നമുക്ക് പുറത്തിരിക്കാം. വാ വാ പോ. സച്ചി, ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടായതല്ല. എത്ര നാളായി സച്ചിയുടെ ഭാര്യ മരിച്ചിട്ട്? 10 വർഷങ്ങൾക്ക് മുമ്പ്. മരിച്ചതല്ല സാർ, കുട്ടിയെടുത്ത് വീട് വിട്ട് പോയതാ. ഓ. വളരെ കാലമായിട്ട് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഈ അടുത്താ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്. 10 വർഷങ്ങളായി അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഇപ്പോ മനസ്സിന്റെ സമനില തെറ്റിച്ചു എന്നതാണ് ശരി. നമുക്കൊരു 1 മന്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് നോക്കാം. അതിനകം എല്ലാം ശരിയാവും. നോർമലാകുന്നത് വരെ ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. എന്തു പറയുന്നു സാർ? അത് തന്നെ നല്ലത്. അമ്മയ്ക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ? ഏയ് ഇല്ല. എങ്കിൽ പേഷ്യന്റിനെ ഇപ്പോൾ തന്നെ ഞാൻ അഡ്മിറ്റ് ചെയ്യാം. നാളെ മുതൽ നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കാം. സച്ചിൻ എന്ത് പറയുന്നു? ആ ശരി ഡോക്ടർ. അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ശരി.